നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, അങ്ങനൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. റൊമാൻസ് തുടങ്ങി. സംസാരിക്കാം. എന്താ? ഞാൻ വർഷയ്ക്കായിട്ട് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. കെട്ടാൻ പോകുന്ന പയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നതേ മറ്റാരുമല്ല, നിന്റെ അച്ഛന്. ആ സ്ഥിതിക്ക് പയ്യന്റെ സഹോദരന്റെ സ്ഥാനമാടാ നിനക്ക്. ദേ, നിന്റെ പിടിവാശിയും എടുത്തിയാട്ടവും ഭയന്ന് അച്ഛൻ നിന്നെ നിർബന്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളില് നിന്റെ സാന്നിധ്യം അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടടാ. പക്ഷെ ആഗ്രഹത്തെങ്കിലും നീ ഒന്ന് മാനിക്കടാ. പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യന് പെണ്ണിന്റെ വീട്ടുകാർ തന്നെ ഒരു തന്തയെ പടച്ചുണ്ടാക്കി കൊടുക്കുക. അതും മുൻ MLAയും രാഷ്ട്രീയ ഭീഷ്മാചാര്യനുമായ കരുണാകരക്കുറുപ്പിനെ. കഷ്ടം. തന്റെ വയറ്റിൽ പിറക്കാത്ത ഒരുവന്റെ അച്ഛനായിട്ട് സ്വന്തം ഭർത്താവ് വേഷമിടുന്ന കപട നാടകം കാണാൻ ഭാര്യയ്ക്കും തിടുക്കമായി. ആ വിഡ്ഢിവേഷത്തിന് ചൂട്ടുപിടിക്കാൻ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന അച്ഛമ്മയും തയ്യാറാവുന്നു. ലജ്ജയില്ലേ നിങ്ങൾക്കൊക്കെ? ഒരേ ഒരു മകളെ, ഒരേ ഒരു പെങ്ങളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത അച്ഛനും സഹോദരനും എന്ന ദുഷ്പേര് ഇപ്പോഴും ഈ കുടുംബത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതിന് കാരണക്കാരനായ തിണ്ടിയുടെ പെങ്ങളുടെ കല്യാണം കൂടാൻ ഈ ജഗനെ കിട്ടില്ല. സ്വന്തം അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ കെട്ടിയാടുന്ന കോമാളി വേഷം കണ്ട് കൈയടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. അതിന് ഈ ജഗൻ തയ്യാറല്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ വിക്രം വർഷയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശനമാണെന്ന് കേട്ടത്. രണ്ടുപേർക്കും പ്രേമലഹരി മൂത്ത് ഭ്രാന്തായി പോയെന്ന് പറയാം. മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയതോടെ വർഷയ്ക്ക് ഭാഗ്യത്തിന്റെ ബമ്പർ ഇടിച്ചു. വിക്രം വിശിഷ്ടാതിഥിയായി കോളേജിൽ വന്നതും വർഷയെ കണ്ടതും പ്രണയത്തിന്റെ നാമ്പുകൾ പൊട്ടിമുളച്ചതൊക്കെ എത്ര പെട്ടെന്നായിരുന്നു. പെണ്ണായി പിറന്ന അത് വർഷയായി പിറക്കണം. സാക്ഷാൽ ഭാഗ്യലക്ഷ്മിയല്ലേ? നീ എന്താടി ചെയ്യുന്നത്? ഞാൻ ശ്യാമിനെ വിളിച്ചോണ്ടിരിക്കുക. അവനെ ലൈനില് കിട്ടുന്നില്ല. നിങ്ങളൊക്കെ കല്യാണത്തിന് വന്നിട്ടും അവൻ വന്നില്ലല്ലോ. ഒരുമിച്ചൊരു സോഷ്യൽ വർക്കിന് പോകുന്ന പ്രാധാന്യം പോലും എന്റെ വിവാഹത്തിന് അവൻ കൽപ്പിച്ചിട്ടില്ല. ചേച്ചിയുടെ വിവാഹം നടന്നില്ല. എന്നാലും ആ ചടങ്ങ് ഭംഗിയായി നടക്കാൻ വേണ്ടി എന്തുമാത്രം പ്രയത്നിച്ചവനാ ശ്യാം. എന്റെ കാര്യത്തില് പ്രയത്നിക്കാനൊന്നും വന്നില്ലെങ്കിലും സാന്നിധ്യം കൊണ്ടെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള മനസ്സുപോലും അവനില്ലാതായോ? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ഞാൻ അവനോട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. പറയടി, ഞാൻ എന്തെങ്കിലും തെറ്റ് ശ്യാമിനോട് ചെയ്തിട്ടുണ്ടോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന്റെ ബെസ്റ്റി ആയതുകൊണ്ട് നിനക്ക് ഓരോന്ന് വെറുതെ തോന്നുന്നതാ. മുഹൂർത്തത്തിന് മുൻപ് അവൻ എത്തിയിരിക്കും. നീ ഇങ്ങനെ വാടിത്തളർന്നിരിക്കാതെ നിന്റെ കാര്യങ്ങൾ നോക്കു വർഷേ. വർഷേ, വർഷേ, ദേ സുചിത്രേച്ചി വിളിക്കുന്നുണ്ട്. ഞാനിപ്പോ വരാം. ശ്യാം സ്നേഹിച്ചിരുന്ന പെണ്ണ് വർഷയായിരുന്നു എന്ന സത്യം അവളോട് തുറന്നു പറഞ്ഞാലോ? ഏയ്, അതൊരിക്കലും പാടില്ല. അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാ കാര്യങ്ങളുടെ ഗതിയൊക്കെ മാറും. വിക്രമുമായിട്ടുള്ള കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് അവൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോവും. അത് നമ്മൾ വന്നൊരു കല്യാണം മുടക്കുന്നതിന് തുല്യാവും. തൽക്കാലം ആ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അറിയാലോ, ഈ കല്യാണമെങ്കിലും മംഗളായിട്ട് നടക്കട്ടെ. വന്ദനേച്ചിയുടെ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് മുടങ്ങിയതാ. അത് ഓർക്കണം നമ്മള്. പക്ഷെ കാരുണ്യെ, എന്റെ മനസ്സൊരു കാര്യം പറയുന്നു. നീ എന്ത് നെഗറ്റീവായിട്ടല്ലേ കാണൂ? എങ്കിലും പറ. ഈ കല്യാണം മുടങ്ങും.
ശ്യാമേ, നീ എന്താ ഇങ്ങനെ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ കാണാൻ ശ്രമിച്ചു. നീ എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ ഫോൺ കട്ട് ചെയ്യുന്നത് എന്തിനാ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. ആ എന്നോട് നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? എന്റെ കല്യാണമാണ്, നീ വരണം. നിന്നെ പ്രതീക്ഷിക്കും ഞാൻ. ആഹാ, വിക്രമാണല്ലോ വർഷം വിളിക്കുന്നത്. സ്പീക്കറിലിട. അയ്യോ വേണ്ട. വേണം. കല്യാണത്തിന് മുമ്പുള്ള റൊമാൻസ് നമുക്ക് കൂടെ ഒന്ന് കേൾക്കാമല്ലോ, അല്ലേ സുത്രേച്ചി? വേണമെന്ന് പറ ചേച്ചി. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ ഹരിതേ? നീ സ്പീക്കറിൽ അങ്ങോട്ടിട്ട്. ചേച്ചി ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നോണ്ടിരിക്കുക. വർഷ എന്ത് ചെയ്യുന്നു? ഞാനും അമ്മയും ചേച്ചിമാരും കൂടി സാരി സെലക്ട് ചെയ്തോണ്ടിരിക്കുക. പിന്നെ ഫോൺ സ്പീക്കറില. സാരി ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാത്ത കൺഫ്യൂഷനില്ല എല്ലാരും. ഇത്രയും അധികം സാരികൾ, അതും ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളത് എന്തിനാ എടുത്തേ? വർഷേ, താലികെട്ട് കഴിയുന്നതിന് മുമ്പ് ഭർത്താവിന്റെ ബഡ്ജറ്റിനെ കടിഞ്ഞാണിടാൻ നോക്കുവാണോ നീ? അല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. റൊമാൻസ് തുടങ്ങി. എന്താ? ഞാൻ വർഷയ്ക്കായിട്ട് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.